അപ്പോൾ പട്ടിക്കാട് ജാമിയ നൂരിയ സമസ്തയുടെ സുപ്രീം കൗൺസിൽ മുഷാവറ ആലോചിക്കുകയും അങ്ങനെ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1963 പട്ടിക്കാട് ഈ ജാമിയ നൂരിയ സ്ഥാപിതമാകുന്നത്. അപ്പോൾ ഈയിടെയായി ആ സ്ഥാപനത്തിൻ്റെ ഗരിമക്ക് ശരീഅത്തിനോട് എതിരുള്ള ശരീഅത്ത് കർശനമായി നിരോധിച്ച പല ഉലൂമുകളുണ്ട്. ആ ഉലൂമുകളിലേക്ക് പോകാൻ പാടില്ല. പക്ഷേ ഇസ്ലാമിക്ക് ഒരു തിയറി ഉണ്ട്. അതാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ തിയറി. ഏറ്റവും പ്രധാനപ്പെട്ടതായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഒരു അടിസ്ഥാനം അതാണ്. അഥവാ ഏത് വിദ്യാഭ്യാസം നൽകപ്പെടുകയാണെങ്കിലും ആ വിദ്യാഭ്യാസത്തിനക്ക് അടിസ്ഥാനപരമായി ധാർമ്മികമാവുന്ന വിദ്യാഭ്യാസത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒതുക്കിക്കൊണ്ടാവണം. അടിസ്ഥാനപരമായി ധാർമ്മികമായ വിദ്യാഭ്യാസം ഉണ്ടാവണം. അടിസ്ഥാനപരമായി ധാർമ്മികമായ വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് വെക്കാം. എന്നാൽ അതിന്റെ വിപത്ത് വളരെ വലുതായിരിക്കും. ആശയം മനസ്സിലാക്കാതെ ആശയങ്ങളെ സംബന്ധിച്ച് പല വിധേയ ആശയങ്ങൾ ഇവിടെ ഉണ്ട്. ഈ വിധേയ ആശയങ്ങൾ ഇപ്പൊ തൗഹീദിനെ സംബന്ധിച്ച് തന്നെ തൗഹീദ് അടിയാതി തൗഹീദ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോഴും ചോദിക്കും തൗഹീദ് റുബൂബിയ്യത്ത്, തൗഹീദ് ഉലൂഹിയ്യത്ത്. അങ്ങനത്തെ തൗഹീദിനെ പറ്റി പലരും ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതൊക്കെ സമസ്ത കേരള ജമീയത്തിലും ആദ്യകാലം മുതലേ എതിർത്ത് വന്നതാണ്. ആ പുസ്തകങ്ങളെയൊക്കെ ആരെഴുതിയാലും അതിന്റെ വൈശിഷ്ട്യത്തിന് ചിലപ്പോ സോഷ്യൽ മീഡിയ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോഴുള്ള ഉസ്താദന്മാരൊക്കെ മോശക്കാരാണെന്ന് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെയാണോ നിങ്ങൾ ഈ ഇഹാനത്ത് എവിടെയെങ്കിലും ഒരു കുട്ടികൾ ഓൻ്റെ ഉസ്താദിന്റെ നേരെ കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ചർച്ചാ വിഷയമാക്കണം. അത് അറിഞ്ഞവർ മുഴുവൻ പ്രതികരിക്കണം. എങ്കിലേ സുന്നിയാവുള്ളൂ. അല്ലാത്തവരൊന്നും സുന്നികളല്ല. എന്താ ഉണ്ടാത്തതെന്ന എവിടുന്നാ ഈ സുന്നി പഠിച്ചത് പോലെ ആരാത് പറയണത്? എന്റെ ജീവിത ദൗത്യം തന്നെ MT ഉസ്താദിനെ ആ MTനെ വെടിവെച്ചു കൊല്ലാനാണ് എൻ്റെ ഏക ആഗ്രഹം. വെടിവെച്ചു കൊണ്ടിട്ട് ജയിലിലാണ് പോകലാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ഓനാണ് പല നേതാവ്. എന്നിട്ട് എനിക്ക് ബഹുമാനം ഉണ്ടാക്കാൻ നടക്കാതില്ല. അരിപ്പന്റെ അനുയായികള് വെടിവെച്ചു എല്ലാം ചാൻസ് കിട്ടാത്തതിൽ ദുഃഖിച്ച് നടക്കണ പഹയന്റെ കള്ളച്ചറ്റകള് എനിക്കങ്ങനെ തോന്നിപ്പോവുകയാണ്. ഈ അച്ചടക്കരാഹിത്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ ആണല്ലോ എല്ലാവർക്കും പഠിപ്പിക്കണം. വേളന്മാർ ഉപദേശികളും സുന്നി ഉണ്ടാക്കണം സമസ്ത ഉണ്ടാക്കണം ഒക്കെ ഇപ്പൊ ബല സോഷ്യൽ മീഡിയ വഴി. ഒരു പറഞ്ഞതിനനുസരിച്ച് നിന്നെടുത്തിട്ടില്ലെങ്കിൽ ഓലാരും സുന്നികളാണ്. ഓരോ സർട്ടിഫിക്കറ്റ് വേണം ഇപ്പൊ സുന്നിയാകണമെങ്കിൽ, സമസ്തക്കാരനാകണമെങ്കിൽ. നമുക്ക് ഇവരോടൊന്നും ഒരു താല്പര്യമല്ല. ഇതൊക്കെ ഉള്ളിലുണ്ടായതുകൊണ്ട് താല്പര്യമല്ലാത്തത്. നാവുണ്ടായതിനെ കൊണ്ട് ഉള്ളിലേക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലാ സുജാവിദ് ഹനാജിറഹ് എന്നല്ലേ ഇവിടെ ചില ഉസ്താദന്മാർ സമസ്തക്കെതിരാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം. നിങ്ങൾ അറിഞ്ഞത് കേട്ടീന്നാ? അങ്ങനെയുള്ള ചില ഉസ്താദന്മാര് കൊണ്ടുപോല ഞങ്ങളോട് സമസ്തക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ട്? സമസ്തനെ കുറിച്ച് എന്താ ഞങ്ങളോട് പറയാല്? ഇവിടെ വിദേഹത്തിന്റെ വൈറസിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തത് സമസ്തയാണെന്നാണ് ഞാൻ ഉള്ളിൽ വിശ്വസിക്കുന്നത്. അത് ഇയാതി നായ്ക്കളെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ. ഈ ഉസ്താദന്മാരെ വെടിവെക്കാനും ചെറിയ പല്ലടിച്ചു വയ്ക്കാനും കണക്കണ അത് പേരുണ്ടല്ലോ. വലിയ അതപ്പ് പിടിപ്പിക്കണ കള്ളന്മാര് ജാമ്യ ശുദ്ധീകരിക്കണത്തല്ല. വല്ല ശുദ്ധീകരണം നമുക്ക് മറ്റേ മത്തായി പറഞ്ഞ മാതിരിയാണ്. അതിൻ്റെ ഉന്നതിക്ക് بارك الله لكم ولنا بارك الله لكم ഗരിമക്ക് വിഘാതമാകുന്ന ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി. അതിൽ അവസാനമായി ഉണ്ടായത്, പരസ്യമായി ഉണ്ടായത് 3 ദിവസം മുമ്പ്. എത്ര തീയതി? 7-ാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരു സമ്മേളനം നടത്തപ്പെട്ടു. വിഘാതമാകുന്ന ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി.
അതിൻ്റെ കാരണമായി അവർ പറഞ്ഞത് ജാമിയ നൂരിയയിൽ 4-5 വർഷമായി അധ്യാപന സേവനം ചെയ്തിരുന്ന KV അസ്ഗർ അലി ഫൈസി, അദ്ദേഹം ഞങ്ങളുടെ സമകാലികനാണ്, ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന അന്ന് അവിടെ പഠിച്ചിരുന്ന ആളാണ്. അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു. അദ്ദേഹം ഈയിടെയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ മേധാവികൾക്കും നേതാക്കന്മാരിലും ചിലർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തി, ചില പ്രസംഗങ്ങൾ ചില സ്ഥലത്തൊക്കെ നടത്തി. അങ്ങനെ ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു. സമസ്ത കേരളം, ഞാൻ പറഞ്ഞില്ലേ, സമസ്ത കേരളം ഇവിടെ എന്തിനു രൂപീകരിച്ചു? എന്തെങ്കിലും പേരും പ്രസിദ്ധി ഉണ്ടാക്കാനല്ല നമ്മുടെ പണ്ഡിതന്മാർ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. പേരും പ്രസിദ്ധി ഉണ്ടാക്കാനല്ല, പണം സമ്പാദിക്കാനല്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നബി ഈ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അതേ ദീനുൽ ഇസ്ലാം വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അത് ഈ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, അത് നിലനിർത്തണം, ആ വിശ്വാസം അവരിൽ നിലനിർത്തണം. അത് നിലനിർത്താൻ വേണ്ടിയാണ് ഇവിടെ സമസ്തക്ക് രൂപം കൊടുത്തതെങ്കിൽ അത് തന്നെയാണ് ഈ മക്കള് ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ആദർശം അമാനത്താണ് എന്ന് പറയുന്നത്. അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്താണ്. അത് വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ട സാധനമാണ്. ആദർശം അല്ലെങ്കിൽ പിന്നെ എന്താണ് സൂക്ഷിക്കേണ്ടത്? നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഏറ്റവും വലുതെന്താ? ആദർശം. ആദർശമില്ലാത്ത മനുഷ്യൻ അവിടെ കണ്ട ആയിലും കയറും, അവിടെ കണ്ട അവിടെയും കയറും, അവിടെ ചെന്നാൽ അവിടെയും ചെല്ലും, ഇവിടെ ചെന്നാൽ അവിടെയും. അതായാലും പ്രശ്നമില്ല, ഇതായാലും പ്രശ്നമില്ല, അതൊക്കെ സൗഹാർദ്ദമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും നാക്കാലികളും തമ്മിൽ എന്താ വ്യത്യാസം? നാക്കാലി ഒരു പോത്തുതില പോവുകയാണ്, അവിടെ പുല്ല് കണ്ടു അത് തിന്നു, കുറച്ചപ്പുറത്ത് പോയ നെല്ല് കണ്ടു അതും തിന്നു, കുറച്ചപ്പുറത്ത് പോയപ്പോൾ വേറൊരാളെ വാഴ കണ്ടു അതും തിന്നു, അപ്പുറത്ത് പോയപ്പോൾ വെള്ളം കുടിച്ചു, അത് അവിടുന്ന് വെള്ളം കുടിച്ചു. അങ്ങനെ തുടങ്ങി എന്തും ചെയ്യാം എന്നാണെങ്കിൽ പിന്നെ നമ്മളും പോത്തുകളും തമ്മിൽ എന്താ വ്യത്യാസം? മനുഷ്യനായാൽ അവൻ ആദർശം വേണം. ആ ആദർശം വിട്ട് കളിക്കരുത്. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിൽ നാട്ടി ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദിന് നിന്റെ അവസ്ഥ മുഹമ്മദിനാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദിന്റെ കാലിൽ ഒരു മുള്ള് തട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയില്ല, ഒരിക്കലും സഹിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ഖുബൈബ് എന്തിനു വേണ്ടിയാണ് ആ പറഞ്ഞത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്ത് പാറക്കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് മണൽ കൂടി വലിച്ചിഴക്കുമ്പോൾ അഹദ് അഹദ് എന്ന് പറഞ്ഞത് അതാണ് ആദർശം. ഇതിനാണ് ആദർശം എന്ന് പറയുന്നത്. ആദർശം സംരക്ഷിക്കണം, ആ ആദർശത്തിന് വേണ്ടി ജീവിക്കണം, മരണം വരെ അത് നിലനിർത്തണം. നാം വിശ്വസിച്ച് ആശ്രയിച്ചു പോരുന്ന ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന സുന്നത്തുൽ ജമാഅത്തിന്റെ ശരിയായ മുസ്തഖീം സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആദർശം, ആ ആദർശത്തിലാണ് നാം നിലകൊള്ളുന്നത്. അത് തന്നെ മരണം വരെ നിലനിർത്തണം. എന്തെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നമ്മൾ ആദർശം വിട്ട് കളിക്കരുത്. ഒരിക്കലും ആദർശത്തിന് കോട്ടം പറ്റരുത്. ജീവൻ ബലിയർപ്പിച്ചാലും ആദർശത്തിന് കേട് പറ്റരുത്. ഇതാണ് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു. ജിഫിരിത്തങ്ങൾ മാത്രമല്ല, മറ്റു ചിലരും പങ്കെടുത്തിട്ടുണ്ട്. അവർ ഞാൻ സൂചിപ്പിച്ച നയങ്ങളിൽ യോജിപ്പുള്ളവരായിരിക്കാം, അതുകൊണ്ടായിരിക്കണം അവർ പങ്കെടുത്തത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സമസ്ത മുഷാവറയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അത് സ്വന്തമായി വ്യക്തിപരമായ കാഴ്ചപ്പാടുകളോ വ്യക്തിപരമായ താല്പര്യങ്ങളോ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അടിസ്ഥാനമാക്കി ഉരുത്തിരിഞ്ഞുണ്ടാവുന്നതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ മതപരവും ആത്മീയവും സാമൂഹികവും വിദ്യാഭ്യാസപരവും ഒക്കെയായ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ പഴക്കം പരിഗണിക്കേണ്ടതുണ്ട്. പഴക്കം മാത്രമല്ല, അത് അതിൻ്റെ ഭരണഘടനയും അതിൻ്റെ പൂർവികരായ നേതാക്കന്മാരുടെയും മാർഗദർശികളുടെയും ഒക്കെ രീതിയും വഴിയും അനുസരിച്ചാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കേണ്ടത്. അത് നിർഭാഗ്യകരമായ ചില വ്യതിയാനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് വരും ദിനങ്ങളിൽ മുഷാവറ കമ്മിറ്റി കൂടുമ്പോഴും മറ്റ് സംഗമങ്ങളിലൂടെയൊക്കെ പരിഹരിക്കപ്പെടണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ആരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമസ്തയുടെ പോക്ക് എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഈ പരിപാടിയിൽ ജിഫ്രി തങ്ങളുടെ പോലെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു നയംമാറ്റത്തെ അവരൊക്കെ തന്നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ ചില വീക്ഷണ വൈജാത്യങ്ങൾ അതിൻ്റെ പരിണതി ആണ് അത് എന്നും അനുമാനിക്കാവുന്നതാണ്. ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു.
ഞാനതിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം സുപ്രഭാതം അടുത്ത കുറച്ചു കാലമായിട്ട് അതിൻ്റെ പ്രഖ്യാപിത രീതിയിലും വഴിയിലും നിന്നൊക്കെ ചെറിയൊരു മാർഗഭ്രംശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളത്. അപ്പോൾ ഒന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ശരിയാക്കിയതിന് ശേഷം പിന്നെ അതുമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു നിലപാടിലാണുള്ളത്. അതുകൊണ്ടാണ് ദുബായിലെ പരിപാടിക്ക് പോകാതിരുന്നത്. അതായത് പത്രത്തിന് കൃത്യമായ നയമാറ്റം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മനഃപൂർവ്വം മാറി നിന്നതാണ്. അതെ, മനഃപൂർവ്വം മാറി നിന്നതാണ്. പത്രത്തിന് നയമാറ്റം എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ അതിൻ്റെ ഉള്ളിലുള്ള ചില ജീവനക്കാർ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ സമസ്തക്കാരുടെ ജമിയത്തുൽ ഉലമായുടെയും സുപ്രഭാതം എന്തിനു വേണ്ടി സ്ഥാപിതമായോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും ഒക്കെ ചെറുതായ ഒരു മാർഗഭ്രംശം വന്നുകൊണ്ടിരിക്കുന്ന രീതി പ്രകടമാകാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മതി ഈ അതുമായിട്ടുള്ള സഹകരണം എന്നുള്ള നിലക്കാണ്. സമസ്തക്കാരുടെ ജമിയത്തുൽ ഉലമായുടെ പവിത്രമായ ആശയാദർശങ്ങളിൽ അധിഷ്ഠിതമായി തന്നെയാണ് വേണ്ടത്. അങ്ങനെയാണ് നടന്നു വന്നിരുന്നതും തുടക്കം കുറിക്കപ്പെട്ടതും അങ്ങനെയാണ്. പിന്നെയാണല്ലോ ഈ മാർഗഭ്രംശങ്ങളും വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുക. അപ്പോൾ അത് ശരിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ പാണക്കാട്ട് ഹൈദരലി തങ്ങളെ മക്കളാന്ന് പറയില്ലേ, ഇതുകൊണ്ടാണ് വാപ്പസ് വലിയാതെ ആരും പറഞ്ഞില്ലല്ലോ. ശ്രമിക്കുക എന്ന് പറയുന്നത് ശ്രമിച്ചു, അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഒരാൾ വന്ന് അദ്ദേഹത്തെ പരസ്യമായി തെറി വിളിക്കുന്ന സാഹചര്യം കൂടെ തോന്നിയാസം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അന്ന് മൊയ്നലി തങ്ങൾ പറഞ്ഞത് തോന്നിയാസായിരുന്നോ? ഞാൻ പറഞ്ഞ പൊതു സ്വഭാവമാണ്, സമൂഹത്തിൻ്റെ പൊതു സ്വഭാവമാണ്. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് ഉപരോധം ഉണ്ടാവും. അവിടെ ഈ ഒരു പ്രധാന കുഞ്ഞാലിക്കുട്ടി എല്ലാവർക്കും കഴിയില്ല. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടിനെ കുറ്റം പറയാ, മറ്റുള്ളവരെ പാർട്ടിനെ കുറ്റം പറയാ. നീ മനസ്സിലാക്കിയോ? കയ്യിലാക്കി പാർട്ടിനെ കുറ്റപ്പെടുത്തുന്നത് ചന്ദ്രികന്റെ വിഷയത്തിൽ ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു. നമ്മർ പൈസ ഒന്ന് മാറിയിരിക്കണം. നമ്മർ പൈസയെ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. അപ്പം പൈസ കാരണം ഞാൻ മാറിയിരിക്കൂലാണ്, മാറിയിരിക്കേണ്ടതില്ല. നമ്മൾ ചർച്ച ചെയ്തോളൂ, ഞാൻ അതിന് എതിരൊന്നും പറയുന്നില്ല. നമ്മർ പൈസ ഒന്ന് മാറിയിരിക്കണം. നമ്മർ പൈസയെ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. അപ്പം പൈസ കാരണം ഞാൻ മാറിയിരിക്കൂലാണ്, മാറിയിരിക്കേണ്ടതില്ല. നമ്മൾ ചർച്ച ചെയ്തോളൂ, ഞാൻ അതിന് എതിരൊന്നും പറയുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. ഒരു 2 ആഴ്ച മുമ്പ് ജാമിയ നൂരിയയിൽ ചേർന്ന എക്സിക്യൂട്ടീവിൽ വെച്ചാണ് സംഭവിച്ചത്, 2-3 ആഴ്ച മുമ്പ്. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സേവനം കൃതജ്ഞതാപൂർവ്വം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിവരം അറിയിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ, നേരത്തെ അദ്ദേഹം പള്ളികളിൽ ദർസ് നടത്തിയിരുന്ന, ജാമിയയിലും 4-5 കൊല്ലം അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ചിലരൊക്കെ അത് വലിയൊരു വിഷയമായി പൊക്കിപ്പിടിച്ച് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു എന്നതാണ് ഉണ്ടായത്. എൻ്റെ പേര് അസ്കർ അലി. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ചേളാരിയുടെയൊക്കെ അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയൊക്കെ അടുത്ത്. എക്സാക്ട് പ്ലേസ് പറയുകയാണെങ്കിൽ പറമ്പിൽ പീടിക. ഓക്കെ, അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ വിദ്യാഭ്യാസ രീതി ഇറ്റ് വാസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. 5ാം ക്ലാസ് വരെ ഈ ഗവൺമെൻറ് സ്കൂളുകളിൽ ഇങ്ങനെ പഠിച്ചു വന്നു. പിന്നെ ഒരു മതസ്ഥാപനത്തിൽ എന്നെ കൊണ്ടുപോയി ചേർത്തു. ഈ മതസ്ഥാപനം എൻ്റെ നാടിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്, ചമ്മാട്. സ്ഥാപനത്തിൻ്റെ പേര് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നോ അക്കാഡമി എന്നോ ഒക്കെ അവർ പറയും. റെക്കോർഡിക്കലി അക്കാഡമിയാണ് എന്ന് തോന്നുന്നു. എനിവേ, ഈ ദാറുൽ ഹുദ എന്ന് പേര് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെ നിന്ന് കൊടുക്കുന്ന ഒരു ബിരുദമുണ്ട്, ഒരു കോഴ്സ്. ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾ കൊടുക്കുന്ന ഒരു ബിരുദമുണ്ട്. അത് ഇതാണ്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആയിരിക്കും. ഹുദവി. ഓക്കെ, ഹുദവി. ചില ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്. ഐ ഗോട്ട്, നിങ്ങളുടെ ബ്രെയിനിൽ ഇപ്പോൾ എന്തായിരിക്കും വന്നത് എന്ന്. ഇസ്ലാം ആസ് ഇറ്റ് ഈസ് ദ റിയൽ ഫാസിസം. ഒരു നന്മ പോലും ഇതിൽ തുന്നിച്ചേർക്കാൻ
ഈ മുഹമ്മദിനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന ദൈവത്തിനോ സാധിച്ചില്ല. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യന്റെ സംസ്കാരമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ചെയ്തതെന്താ? മദീനയിൽ പോയപ്പോ, മദീനയിലേക്ക് യാത്ര ചെയ്തപ്പോ അവിടെ ഒരു ഗ്രൗണ്ട് കിട്ടി, ഒരുപാട് ആളുകളെ കിട്ടി, ഒരുപാട് മെജോറിറ്റിയെ കിട്ടി. അപ്പൊ എന്താ ചെയ്തത്? തന്നെ സംരക്ഷിച്ചിരുന്ന ഈ മക്കാരുടെ അവരുടെ കച്ചവട സംഘത്തെ കൊള്ളയടിക്കുകയാണ് ചെയ്തത്. അല്ല, ശരീഅത്തിനെ കുറിച്ച് പൊതുവെയുള്ള ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. ഒന്ന് അതെന്ന് വെച്ചാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഈ അടുത്തൊക്കെ ഉണ്ടായ ഒരുപാട് ഡിബേറ്റുകളിലൊക്കെ ഇപ്പോൾ മുത്തലാഖിൻ്റെ ഒക്കെ വിഷയം വരുമ്പോൾ അത് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നത് തന്നെ ഒരു രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാർ ഒന്നായിട്ട് അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിട്ടാണ് മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും അതിനെ കാണുന്നത്. പക്ഷേ ശരീഅത്തിൻ്റെ ഒരു ചരിത്രം നമ്മളെടുത്ത് നോക്കുമ്പോൾ പ്രാദേശികമായും കാലാന്തരങ്ങളിലും ഒരുപാട് വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഇതാണ് ശരീഅത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഒന്നാമതെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ആവിർഭാവം കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു 200 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു 200 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഖുർആൻ പറയുന്ന നിയമങ്ങളും ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെടുന്നതും തമ്മിൽ ചുരുങ്ങിയ ഒരു 200 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു 200 ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിക നിയമങ്ങൾക്കില്ല. ഇല്ല, അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഖുർആനിൽ, അപ്പോൾ ഖുർആൻ ഒരിക്കലും ഒരു നിയമപുസ്തകമല്ല. ഖുർആനിൽ പറയുന്ന ചില നിയമവുമായി ബന്ധപ്പെട്ടുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത്. അതുപോലെ ഖുർആനിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇസ്ലാമിക നിയമമായിട്ട് പിൽക്കാലത്ത് രൂപപ്പെട്ടു വരുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഖുർആനിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇസ്ലാമിക നിയമം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും അത് എന്താ പറയുക, ഇസ്ലാമിക നിയമത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ അതിന് പറയാൻ പറ്റും. പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന്. ഞാൻ ഈ ഉമ്മമാരെ അടുത്ത് മാത്രം പറയാൻ, ഞാൻ ഒടുകൂരിലെ ഇവിടുത്തെ പള്ളിമുക്കിലെ ഉമ്മമാരെ കുറിച്ചല്ല പറയുന്നത്, കീശേരി എന്റെ നാട്ടിലെ ഉമ്മമാരെ കുറിച്ച്. പിണറായി സർക്കാർ 2ാമത് അധികാരത്തിൽ വരാനുള്ള പ്രധാന കാരണക്കാർ ഉമ്മമാരാണോ എന്ന സംശയമില്ലാതില്ല. കിറ്റ് തന്നപ്പോ പൊട്ടിയ ശർക്കരയുടെ മൂല അളന്നിട്ട് വോട്ട് മറിച്ച നെറികെട്ട ഉമ്മമാർ നിങ്ങളെ വീട്ടിലുണ്ടാവാം. ഒരു പൂളക്കമ്പനെ നിർത്തിയിട്ട് ലീഗ് പറയാൻ ഇതാണ് നിങ്ങളെ സ്ഥാനാർത്ഥി എന്ന്. മര്യാദക്ക് വോട്ട് ചെയ്തോളമെന്നാണ് ലീഗിന്റെ നിലപാട്. പാണക്കാട്ട് തങ്ങൾ പറഞ്ഞാൽ അതാണ് നിലപാട്. ആ കിറ്റ് കിട്ടുമ്പോ വല്യമ്മ അപ്പോഴും പറയും ചെറുപയറും അമ്പയറും ഉണ്ട്, വല്യമ്മാന്റെ വോട്ട് ഇപ്രാവശ്യവും CPM-നാണ്. എന്റെ വല്യമ്മ മനസ്സിലാക്കേണ്ടത്, അയൽക്കൂട്ടത്തിന് ചെന്നിരിക്കുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കും ലീഗ് എന്ത് ചെയ്തു എന്ന്. എന്റെ ഉമ്മമാരോട് ഞാൻ പറയാൻ, ലീഗ് എന്ത് ചെയ്തു എന്ന് ഏതെങ്കിലും പെണ്ണ് ചോദിച്ചാൽ, എടി പെണ്ണെ, ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള നട്ടില് പോലും ഉണ്ടാക്കി തന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്ന് പറയാൻ ആ ഉമ്മയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ നല്ല വേഷത്തിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആരാ അവകാശം നേടിത്തന്നത്? ഈ പരിപാടി കഴിഞ്ഞു പോയാൽ ഈ പരിപാടിയിൽ നിന്ന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും നല്ല ഇശൽ വിരുന്നായിരുന്നു. ഇശൽ വിരുന്ന് നല്ലതാവും, കാരണം ഹൈ ആണ് പാടാൻ പോകുന്നത്, അതിൽ യാതൊരു സംശയമില്ല. ഹൈ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ ആവേശ പ്രകടനം നടക്കുമ്പോ DJ പാർട്ടി ഉണ്ട്. ആ DJ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കാൻ അവിടെ അതിന്റെ ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടി ജയിച്ചപ്പോൾ നമ്മുടെ DJ പാർട്ടിയിലും SFI-ക്കാർ വന്നിട്ട് ഇങ്ങനെ ചാടിക്കളിക്കാൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്ന ചിലരൊക്കെ അത് വലിയൊരു വിഷയമായി പൊക്കിപ്പിടിച്ചു.
गम भी हंसी है तू जो नहीं है तो कुछ भी नहीं है ये माना कि मैं പക്ഷേ ജാമിയ നൂരിയ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ആളുകൾ നിയമിതരാകലുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ അതിൻ്റെ മാനേജിംഗ് കമ്മിറ്റി പലരും നിയമിക്കലുണ്ട്. കേരള ജാമിയ നൂരിയയിൽ തന്നെ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അധ്യാപകനായിരുന്നു, പ്രിൻസിപ്പളായിരുന്നു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവിടെ സംസ്ഥയുടെ പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു. പിൽക്കാലത്ത് അധ്യാപന സേവനം നിർത്തി. ഇത് ജാമിയ നൂരിയയിൽ മാത്രമല്ല, ഇതുപോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ സർവ്വസാധാരണമായി നടത്തപ്പെടുന്നത്. ഉദാഹരണമായി നന്ദി ദാറുസ്സലാം അറബിക് കോളേജ് ഇ.കെ. ഉസ്താദ് അവിടെ അധ്യാപകനായിരുന്നു, കൂട്ടുമൽ ഉസ്താദ് അവിടെ അധ്യാപകനായിരുന്നു, എം.ടി. ഉസ്താദ് അവിടെ അധ്യാപകനായിരുന്നു, നമ്മളെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവിടെ അധ്യാപകനായിരുന്നു. അവർ പിന്നീട് അവിടെ നിന്ന് തിരസ്കൃതരായി. അപ്പോൾ ഇത് സർവ്വസാധാരണമായൊരു നടപടിയാണ്. അങ്ങനെ പ്രതിഷേധിക്കാനുള്ള ഭാഗ്യമൊന്നും ഇല്ല അതിൽ. പക്ഷെ ചില ആളുകൾ അതൊരു ലക്ഷ്യമായി ദുർലക്ഷ്യമായി കണ്ടുകൊണ്ട് അവരുടെ ഈ ചില ദുർവിചാരങ്ങൾക്ക് നിമിത്തമാകാൻ വേണ്ടി അല്ലെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി നടത്തിയ ഒരു സംരംഭം.